ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രുചിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളം ക്ലിയറായി കിട്ടുന്നിടം വരെ വേണം ഒന്ന് കഴുകിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ചരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പച്ചരി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3 മുതൽ ഒരു 4 മണിക്കൂർ വരെയൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പച്ചരി ഞാനൊന്ന് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പച്ചരി ഒന്ന് അരച്ചിട്ടെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തവണയാക്കിയിട്ടാണ് അരച്ചിട്ടെടുക്കുന്നത് കേട്ടോ. ആദ്യം ഇതിലേക്ക് ഒരു പകുതി പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാം. ശേഷം ബാക്കിയുണ്ടായിരുന്ന പച്ചരിയും കൂടി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ വട്ടയപ്പം ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതും ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം നമ്മുടെ മാവ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാവ് ഒരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറുക്കിയിട്ടെടുക്കാം കേട്ടോ. അതായത് ഇതൊന്ന് കപ്പി കാച്ചിയിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കപ്പി കാച്ചിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊന്ന് തിക്കായി വരും, അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറി വരണം. അടുത്തതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നിറയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളർ കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള മധുരമായിരിക്കും കേട്ടോ വട്ടയപ്പത്തിന്. ഒരുപാട് കൂടിയൊന്നും പോകത്തില്ല. പിന്നീട് കറി കൂട്ടി കഴിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചെടുത്താലും മതിയാവും കേട്ടോ പഞ്ചസാര. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈഡ് ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുറുക്കുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ഈസ്റ്റൊക്കെ എപ്പോഴും പുതിയ ഈസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണേ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കേണ്ടുള്ളത്. ഇപ്പം ഞാൻ എടുത്ത ആ ഒരു വെള്ളത്തിൻ്റെ അളവായിരിക്കണം എന്നില്ല നിങ്ങൾ എടുക്കുമ്പോൾ. കാരണം നമ്മുടെ ആ ഒരു പച്ചരിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ഈ ഒരു സമയത്തിൽ വ്യത്യാസം വരും. നല്ല ചൂടുള്ള പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒന്ന് പൊങ്ങി വരും നന്നായിട്ട്. ചൂടില്ലാത്ത തണുത്ത കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം പിടിക്കും കേട്ടോ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഗ്ലാസിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊങ്ങി വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പൊങ്ങി വരുന്നതിനെ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി തുടങ്ങാം.
അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 6 തവി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ടൊരു ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ. ആവി കയറി വരുമ്പോഴാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല കേട്ടോ. ഇതങ്ങ് ഹാർഡായി പോവും. അപ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ദാ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പമൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ നടുക്കൊരു മുന്തിരിങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ശേഷം അടുത്ത ബാച്ചും കൂടി നമുക്കിതിലേക്ക് തന്നെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ അത് ഒരു കേക്ക് ടിന്നിനകത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ നെയ്യൊക്കെ തടവിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെ ഇരിക്കുന്ന വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതുമൊക്കെ ഞാൻ ഇതേ കണക്കിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്കൊരു 4 വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം വലിയ വട്ടയപ്പമാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരെണ്ണം എന്താ ഇതുപോലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. കുഞ്ഞി കുഞ്ഞി വട്ടയപ്പമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അതുപോലെ തന്നെ ടേസ്റ്റും ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ക്രിസ്മസ് ഒക്കെയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.